ഭൂമിയിലെ വൈകുണ്ഠം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്ന നിരവധി അനുഷ്ഠാനങ്ങളിൽ തുലാഭാരം എന്ന ഏകദേശം അപൂർവമായ ആചാരത്തിന് അത്യന്തം ആത്മീയ പ്രാധാന്യമുണ്ട്. പക്ഷേ തുലാഭാരം അത്രയും പ്രത്യേകമാകുന്നതെന്തുകൊണ്ട്? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി നമുക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാം. ഒരു ദിവസം രുക്മിണി ദേവി കൃഷ്ണനോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. രുക്മിണി തുലാഭാര ആചാരത്തിന് തയ്യാറായി ഭഗവാന്റെ തൂക്കം തുല്യം സ്വർണം സമർപ്പിക്കുമെന്നാണ് ആലോചിച്ചത്. ഒരു വൻ തുലാസ് തയ്യാറാക്കി കൃഷ്ണൻ പുഞ്ചിരിച്ച് ഒരു വശത്ത് ഇരുന്നപ്പോൾ രുക്മിണി സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ രത്നങ്ങളും മറുവശത്ത് നിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ ആശ്ചര്യകരമായി തുലാസ് ചലിച്ചില്ല. എത്ര സ്വർണം കൂട്ടിച്ചേർത്താലും കൃഷ്ണന്റെ വശം ഇപ്പോഴും ഭാരമേറിയതായിരുന്നു. നാരദ മഹർഷി ഈ കാഴ്ച കണ്ടു രുക്മിണിയോട് പറഞ്ഞു, ദേവി, കൃഷ്ണന്റെ ഭാരത്തിന് തുല്യമായി സ്വർണവും സമ്പത്തും മതിയാകില്ല. ഭഗവാന്റെ കൃപ നേടാൻ കഴിയുന്നത് നിഷ്കളങ്കമായ ഭക്തിയിലൂടെയാണ്. ഇത് മനസ്സിലാക്കി രുക്മിണി ഒരു ചെറുതായ തുളസിദളം എടുത്തു ഭക്തിയോടെ തുലാസിൽ വെച്ചു. മഹത്തായ അത്ഭുതം സംഭവിച്ചു. കൃഷ്ണന്റെ വശം ഉയർന്നു. ആഭരണങ്ങളുടെ അമ്പരപ്പിന് ഭക്തിയോടെ സമർപ്പിച്ച ഒരു തുളസിദളം കൃഷ്ണന് തുല്യമായി. ഈ മഹാസത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. ഭൗതിക സമ്പത്ത് ഒന്നുമല്ല, ഭഗവാന്റെ കൃപ നേടാൻ അകമഴിഞ്ഞ ഭക്തി മാത്രമാണ് മതിയാകുന്നത്. ഇന്ന് ആയിരക്കണക്കിന് ഭക്തർ ഗുരുവായൂരിൽ തുലാഭാരം ചെയ്യുന്നത് സ്വർണത്തിലല്ല, ഭക്തിയിലാണ്. എന്തുകൊണ്ട് ഭക്തർ തുലാഭാരം ചെയ്യുന്നു? പ്രാർത്ഥനകൾ പൂർത്തിയായപ്പോൾ നന്ദി പ്രകടിപ്പിക്കാൻ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും, സമ്പന്നതയും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ. തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത വസ്തുക്കളുടെ അർത്ഥം: പഴം, വെള്ളരിക്ക, ശർക്കര, സുഖസമൃദ്ധിയും ജീവിതത്തിലെ സന്തോഷവും. അരി, കുതിരവാളി, സന്താന സൗഭാഗ്യവും ഐശ്വര്യവും. തേങ്ങ, വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ. നെയ്യ്, പരിശുദ്ധതയ്ക്കും ദൈവീക ശക്തിക്കും. നിങ്ങൾക്ക് തുലാഭാരത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അനുഭവമുണ്ടോ? അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കൂ.